ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി നമ്മുടെ കേരള ട്രഡീഷണലായ കണ്ണൂർക്കാരുടെ ഒരു സ്പെഷ്യൽ സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നത്. പുളിവാരൽ. നമുക്കിത് പെട്ടെന്ന് തന്നെ വീട്ടിൽ നിന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. ഇത് ഈവനിങ് സ്നാക്കായിട്ടൊക്കെ നമുക്ക് കഴിക്കാം. വീട്ടിൽ 2-3 ദിവസം സൂക്ഷിച്ചാൽ ഇത് കേടാവില്ല. പുളിവാരലിന് കൂടുതൽ ചേരുവകളൊന്നും വേണ്ട. എന്തൊക്കെ വേണമെന്ന് പറയാം. ആദ്യം 1 കിലോ വെല്ലം, 1 കപ്പ് വാട്ടർ, അത് നല്ലോണം അലിയിച്ചെടുക്കാം. വെള്ളം ഇതുപോലെ അലിയിച്ചെടുക്കണം. വെള്ളം അലിഞ്ഞതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് തണിയുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പുളിവാരലിന് മെയിനായിട്ട് വേണ്ടുന്നതാണ് മൈസൂർ പഴം. മൈസൂർ പഴം കൊണ്ടാണ് ഈ പുളിവാരൽ തയ്യാറാക്കിയെടുക്കുന്നത്. 1 കിലോ മൈസൂർ പഴത്തിന് 1 കിലോ വെല്ലമാണ് വേണ്ടത്. ആദ്യം ഒരു മിക്സി ജാറിൽ മൈസൂർ പഴം ഇട്ട് കൊടുത്ത് ഇതുപോലെ വെല്ലം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലോണം അടിച്ചെടുക്കാം. ഈ ഒരു ഗ്ലാസ്സിലാണ് ഞാൻ അളവെടുത്തത്. 4 ഗ്ലാസ് മൈദ, 4 ഗ്ലാസ് ഗോതമ്പ് പൊടി അളന്നെടുത്ത് നല്ലോണം ഒന്ന് അരിച്ചെടുക്കാം. അതിനുശേഷം മിക്സി ജാറിൽ നിന്ന് അടിച്ചെടുത്ത വെല്ലവും പഴവും ഒരു വലിയൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ എല്ലാ മൈസൂർ പഴവും വെല്ലവും ഇതുപോലെ തന്നെ അടിച്ചെടുത്ത് വലിയൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ടൈറ്റിലാണ് അടിച്ചെടുക്കേണ്ടത്. അതിനുശേഷം കുറച്ചായി മൈദപ്പൊടിയും ഗോതമ്പ് പൊടിയും ഇട്ട് നല്ലോണം വിസ്ക് കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അഥവാ നിങ്ങൾക്ക് നല്ലോണം ടൈറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് പഴമെടുത്ത് മിക്സി ജാറിൽ അടിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ ലൂസായിട്ട് കിട്ടും. അപ്പോൾ പഴം കൂടുതൽ എടുക്കുന്ന അനുസരിച്ച് നമുക്ക് നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റും കിട്ടും. അതിനുശേഷം 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഈ ഒരു ടൈറ്റിലാണ് കൂട്ട് വേണ്ടത്. അതിനുശേഷം ഒരു നോൺ സ്റ്റിക്ക് പാനിൽ ഇതുപോലെ ഓയിൽ ഒഴിച്ചു കൊടുത്ത് നല്ല മുങ്ങി പൊരിയുന്ന വിധത്തിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഒരു ഓയിലിൻ്റെ കവറോ പാലിൻ്റെ കവറോ കവറിലേക്ക് ഇതുപോലെ ഓരോ സ്പൂണായിട്ട് ഇട്ട് കൊടുത്ത് അതിൻ്റെ എഡ്ജിൽ ചെറുങ്ങനൊന്ന് കട്ട് ചെയ്ത് ഇതേപോലെ നമുക്ക് വലിച്ചെടുക്കാം. ഇതേപോലെ തന്നെ എല്ലാ പുളിവാരലും നമുക്ക് പൊരിച്ചെടുക്കാം. ഇതേപോലെ നല്ലോണം മുങ്ങി പൊരിയുന്ന വിധത്തിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഇത് കുറച്ച് വെന്തെന്ന് തോന്നിയാൽ നമുക്കിത് ചെറുങ്ങനെ ഓയിലിൽ നിന്ന് മാറ്റി കൊടുക്കാം. പുളിവാരൽ പൊരിഞ്ഞതിന് ശേഷം ഇതേപോലെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതേപോലെ തന്നെ എല്ലാ പുളിവാരലും ഫ്രൈ ചെയ്തെടുക്കാം. ഇത് എല്ലാവരും വീട്ടിൽ നിന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും. പുളിവാരൽ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യണം. താങ്ക് യു.